ഡൈൻ ആൻഡ് ഡ്രൈവ് വിത്ത് വരുണിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ കണ്ടു ഇവിടുത്തെ കാഴ്ചകളെല്ലാം, നമ്മുടെ കോട്ടേജിലെ ഈ ലക്ഷൂറിയസ് വില്ലയിലെ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു. നമ്മളിവിടുന്ന് അങ്ങോട്ട് റിവർ വാക്കിന് പോവുകയാണ്. അവിടെ ഒരു നമ്മുടെ പെരിയാർ നദി ഒഴുകുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന രാവിലെ തന്നെ ഒരു കാപ്പിയായിട്ട് അവിടെ പോയിരുന്നൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നമുക്കിങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം അങ്ങനെ തുടങ്ങാം. പെരിയാറിൻ്റെ ഗ്ലിംസസ്. ഇത് നമ്മൾ നേര്യമംഗലം പാലം അവിടെ നിന്ന് കാണുന്ന ആ പെരിയാറാണ് ഒഴുകി വന്ന് ഇതിലേ അങ്ങ് പോയിട്ട് അങ്ങ് ആലുവ മണപ്പുറം വഴി നമ്മുടെ അറബിക്കടലിൽ ചെന്ന് ചേരും. വാട്ട് എ വ്യൂ ഫോർ ദ മോർണിംഗ്. മായാമഞ്ജലി ഇതുവഴി നമ്മുടെ യോധയിൽ നമ്മുടെ ജഗതി ചേട്ടൻ സാധകം ചെയ്യുന്നുണ്ട്. കഴുത്തപ്പം വെള്ളത്തിൽ കിടന്നിട്ട് അതാണ് നമ്മളിപ്പോൾ കണ്ട സീൻ. എഡി രാവിലെ പുളി ചാടിയുണ്ട്, ഞാൻ കൂടെ ചാടാൻ പോകും. രാവിലെ തന്നെ അങ്ങനെ എഡിയുടെ സാധകം ചേട്ട് പുളി ചാടേണ്ടി വന്നു. നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത വെള്ളത്തിൽ രാവിലെ ഫ്രഷായി കുളിച്ച് എന്താ സുഖം. സത്യം പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ മിക്കവാറും ആൾക്കാർ വർക്ക് ഫ്രം ഹോം ആയിരിക്കും. അപ്പം മെൻ്റലിയൊക്കെ കുറച്ചുകൊണ്ട് എന്താ പറയുക ഫ്രസ്ട്രേറ്റഡ്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന ഒരു മൈൻഡൊക്കെ ഒരു മരവിച്ച അവസ്ഥയാണ്. കാര്യം വർക്ക് ലൈഫ്, വീട്ടിൽ തന്നെ പുറത്തൊന്നും പോകുന്നില്ലല്ലോ. പക്ഷെ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ലോ. അതായത് നമ്മൾ സദ്യ വിചാരിച്ച് വന്നപ്പോഴത്തേക്ക് നല്ല കുഴിമന്തിയോ അല്ലെങ്കിൽ ബിരിയാണിയോ ഉള്ളത് ഇതേപോലായിരുന്നു. ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു പീസ്ഫുള്ളായിട്ടൊരു ഏരിയ ആണ്. നമ്മൾ വന്ന് ഫുൾ പ്ലേസസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അതുപോലെ തന്നെ രാത്രിത്തെ പാർട്ടിയും പൂള് കഴിഞ്ഞിട്ടുള്ള ഗ്രില്ലും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഡംഷാറ്റ്സ്, പാട്ട്, ഫാമിലിയായിട്ട് നല്ലൊരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. ഓൾ ടുഗദർ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇപ്പോഴും നമുക്ക് ഇവിടുന്ന് പോകാനൊരു മടി. അപ്പോൾ ശരി, വിഭവസമൃദ്ധമായിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ ഈ ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. 2 ഷെഫുകളാണ്. ഇതാദ്യത്തെ ഷെഫ്, അറ്റു ഷെഫ്, എഡി ഷെഫ്. അപ്പോൾ ഞങ്ങളങ്ങനെ റിവർഡെയിൽ, ഇന്നലെ ഞങ്ങൾ അർമാദിച്ച് തകർത്ത റിവർഡെയിലിൽ നിന്ന് ഞങ്ങൾ യാത്ര പറയുന്നു. ഇനി നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നു. കുറേ കാഴ്ചകൾ നിങ്ങളെ ഇനിയും കാണിക്കാനുണ്ട്. കൂടെ ഉണ്ടാവുക. ബൈ. നമ്മളിപ്പോൾ ഇറങ്ങുന്നത് നമ്മുടെ പൂയംകുട്ടി ചപ്പാത്തിലേക്കാണ്. ചപ്പാത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നു. നമ്മൾ പല സിനിമകളും, നമ്മുടെ പ്രിയപ്പെട്ട കുറേ മലയാളം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സാധനം കണ്ടിട്ടുണ്ട്. പുലിമുരുകനിൽ നമ്മുടെ ജീപ്പ് ഓടിച്ച് ലാലേട്ടൻ വരുന്നു, അതായത് ലോറി ഓടിച്ച് വരുന്നുണ്ട്. നമ്മുടെ ചപ്പാത്തി പ്രത്യേക ഭംഗിയാണ്. നദി ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അതെല്ലാം കാടാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും, അതായത് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതാണ് ലാസ്റ്റ് പോയിന്റ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ പോയി വണ്ടി ഇട്ടിട്ട് നമ്മൾ അവിടെ നടന്ന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതാണ് ലാസ്റ്റ് പോയിന്റ്. ഈ റോഡ് നേരെ പോകുന്നതാണ് മാങ്കുളം പോകുന്ന റൂട്ട്. അപ്പോൾ അത് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ്, അതുകൊണ്ട് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഇവിടം വരെ ആൾക്കാർ വരും. നമ്മുടെ ആൾക്കാർ ഇവിടെ കുളിക്കുന്ന പോലെ തന്നെ വെള്ളത്തിലിറങ്ങി നല്ല കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ മഴയുള്ള സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ കൂടെ വെള്ളം ഒഴുകും. നല്ല മഴ, നല്ല കുത്തി ഒലിച്ച് ഇതിൻ്റെ മേളിൽ കൂടെ വെള്ളം ഒഴുകുന്ന സമയമാണ് നല്ല മഴയുള്ളപ്പോഴത്തേക്കും. പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇവിടെ ഇറങ്ങി കുളിക്കുന്നുണ്ടെന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമലക്കണ്ടം വഴി നമുക്ക് മൂന്നാർ പോകാൻ റൂട്ടുണ്ട്. പൂയംകുട്ടിയിൽ നിന്ന് മാമലക്കണ്ടം 6 മൈൽ നേര്യമംഗലം ആ റൂട്ടിൽ പോയി കയറും. അപ്പം ഇവിടുന്ന് നമ്മുടെ ഡ്രൈവ് അങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ പിള്ളേരെല്ലാം വെള്ളത്തിലിറങ്ങി എൻജോയ് ചെയ്യുകയാണ്.
എന്നുണ്ട്? നമ്മളങ്ങനെ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി. നല്ല നല്ല വ്യൂ ആണ് ഇവിടുന്ന്, നല്ല വ്യൂ ആണ്. ക്ലൈമറ്റ് നല്ല ചൂടുണ്ട്. അങ്ങനെ പൂയംകുട്ടി ചപ്പാത്തിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഒരു 1.5 hours നമ്മൾ സ്പെൻഡ് ചെയ്തു ഇവിടെ. കുറച്ച് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി, കുറേ ഫോട്ടോസ് എടുത്തു, കുറച്ച് റിലാക്സ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് മാമലക്കണ്ടം വഴി 6 മൈൽ. ഇനിയിപ്പോൾ കാനൻ്റെ പാതയാണ്, ചെറിയ റോഡാണ്. പോയി നോക്കാം, ഞാനിതുവരെ പോയിട്ടില്ല ആ വഴി. ഇവിടെ വന്നപ്പോഴത്തേക്കും അങ്ങനെ ഇൻഫർമേഷൻ കിട്ടി ഇങ്ങനെ റൂട്ട് ഉണ്ടെന്നുള്ളത്. എന്തായാലും ഒന്ന് പോയി നോക്കാം ആ വഴി. എന്ന് പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വഴി അങ്ങ് പോകാം. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ചെക്ക് പോസ്റ്റിലെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം. കാട്ടുവഴികൾ, നല്ല കാടാണ്. പക്ഷേ ഇത് കണ്ടോ, ഇതാണ് പ്രശ്നം ഇവിടുത്തെ. ഇതുപോലെ ടൂറിസ്റ്റ് വന്നിട്ട് ഇവിടെ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി പൊട്ടിച്ച് ഇട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മാറ്റേണ്ടത്. ഈ ഒരു ശീലം നമ്മൾ മാറ്റണം. കാര്യം ഇത്രയൊക്കെ പ്രകൃതി നമ്മളെ ദ്രോഹിച്ചു ഇല്ലേ? കൊറോണ എന്നൊരു സാധനം കൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ പഠിച്ചു. ഇനിയെങ്കിലും നമ്മൾ ആ ഒരു എന്താണോ നമ്മൾ ഇത്ര നാൾ അനുഭവിച്ചത് അതൊന്ന് അറിഞ്ഞിട്ട് ഇതുപോലെയൊക്കെ ചെയ്യണം. ഇവിടെ മുഴുവൻ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുക. അതുകൊണ്ട് പ്ലീസ് ഡു നോട്ട് ലിറ്റർ. വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ കൊണ്ടുപോവുക, വീട്ടിൽ കൊണ്ടുപോയി എന്തും കമ്പോസ് ചെയ്ത് കളയുക, അല്ലാതെ ഇവിടെ ഇട്ട് നശിപ്പിക്കരുത്. വീണ്ടും എൻ്റെ റിക്വസ്റ്റാണ്. നമ്മുടെ മാമലക്കണ്ടം റൂട്ടിലാണ്. നല്ല വനം കാണാം, തേക്ക് കുറേ ഉണ്ട്, നല്ല വനമാണ്. ഞങ്ങളപ്പോൾ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തി. സമയം 1:30 അപ്പോൾ കഴിച്ചിട്ട് ഇനി ഉള്ള യാത്ര മുമ്പോട്ട് തുടരാം. ഇനി അടുത്തൊരു 6-7 കിലോമീറ്ററൂടെ കാടുണ്ട്. അപ്പം ഇവിടെ ഫുഡിങ് പരിപാടി തുടങ്ങി. രാവിലെ ഇന്ന് മോർണിംഗ് എഡിയുടെ പ്രിപ്പറേഷനിൽ ഉണ്ടായ ചിക്കൻ കറിയും. അപ്പോൾ ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി യാത്ര തുടരുന്നതായിരിക്കും. ഓഫ് ബീറ്റ് ലൊക്കേഷനാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞങ്ങൾ മൂന്നാർ പോകുമ്പോഴത്തേക്കും ഒരു ഡീറ്റൂർ എടുത്ത് കോതമംഗലത്ത് നിന്ന് ലെഫ്റ്റ് തട്ടേക്കാട് കഴിഞ്ഞ് കുട്ടമ്പുഴയിൽ നിങ്ങൾക്ക് മാമലക്കണ്ടം വഴി നിങ്ങൾക്ക് 6 മൈലിൽ പോയി കയറാം. നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ ഒരു ഓഫ് ബീറ്റ് ലൊക്കേഷനാണ്. വലിയ നല്ല റോഡുകളൊന്നുമല്ല, വളരെ ചെറിയ ഇടുങ്ങിയ റോഡുകളാണ്. അപ്പം ഒന്ന് ഈ വഴി ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. ബൈക്കേഴ്സൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ചെറിയൊരു അരുവി കണ്ടു. അപ്പോൾ നമ്മുടെ എഡിക്കൊരു ആഗ്രഹം ഒന്ന് ആ അരുവിയിൽ ആ വെള്ളച്ചാട്ടത്തിൽ ഒന്ന് കുളിക്കണമെന്നുള്ളത്. അപ്പം എഡി ഒന്ന് കുളിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്നു. ആ സമയത്ത് വിശ്രമിക്കുകയാണ്. അരുവി അങ്ങനെ എഡിയുടെ നീരാട്ട്. നല്ലൊരു സ്ട്രീം. ഇറങ്ങി നിൽക്കാം. അധികം വെള്ളം ഒഴുക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഒന്ന് മുങ്ങി നനയാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ട്. പരൽമീനുകൾ, ചെറിയ പരൽമീനുകളെ കാണാം എൻ്റെ അകത്തുണ്ട്. നല്ല ക്ലിയർ വാട്ടറാണ്, വളരെ ക്ലിയർ ആയിട്ട് വാട്ടർ. ഈ കൂടെ പോവാം, അടിയിലൂടെ പോയി കുറച്ച് കാട്ടരുവി നടന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ചെറിയ റോഡ്, കോൺക്രീറ്റ് റോഡ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റിലാണ് വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത്. നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. നല്ലൊരു ആംബിയൻസ് ആണ്. കാട്ടിലൂടെ ആ തണൽ മരങ്ങളും നല്ല ഫോറസ്റ്റാണ്. നല്ലൊരു ആനത്താരയാണെന്ന് തോന്നുന്നു ഈ ഒരു സ്ഥലം. കാര്യം 2 സൈഡിലും ഇല്ലിമുളയും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. റോഡിൽ നിറച്ച ആനപ്പിണ്ടമുണ്ട്. അപ്പോൾ രാത്രി ഒക്കെ ഈ വഴി വരിക എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് വേണം വരാനായിട്ട്. ഈവനിങ്, അതായത് ഒരു 6 മണിക്ക് ശേഷം ഈ റൂട്ട് വരുന്നത് കുറച്ച് റിസ്കി ആയിരിക്കും. ചിലപ്പം വൈൽഡ് ലൈഫ് എൻകൗണ്ടേഴ്സ്, ആനയായിട്ടുള്ള എൻകൗണ്ടേഴ്സിന് ചാൻസസ് ഉള്ള ഒരു റൂട്ടാണിത്. അങ്ങനെ നമ്മൾ നമ്മുടെ നേര്യമംഗലം മൂന്നാർ റൂട്ടിൽ വന്ന് കയറിയിരിക്കുകയാണ്. കാടെല്ലാം കഴിഞ്ഞു നല്ലൊരു ഫോറസ്റ്റ് റോഡാണ്. നല്ലൊരു ജേണിയായിരുന്നു. നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. നേര്യമംഗലം പാലത്തിലേക്ക് കടക്കുന്നു. നേര്യമംഗലം പാലം ഇതിൻ്റെ ആർക്കിടെക്ചർ കൊണ്ട് ഇത് വളരെ പ്രസിദ്ധമാണ്. എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്നൊരു പാലമാണ്.
വീണ്ടും നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ പെരിയാറിനെ ക്രോസ് ചെയ്ത് വീണ്ടും കറങ്ങി വന്ന് നമ്മൾ ഇപ്പുറത്തെ കൂടെ വീണ്ടും പെരിയാറിൻ്റെ കുറുകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊച്ചിക്ക് പോവാണ്. ഇനിയൊരു 1.5 hours അടുപ്പിച്ചെടുക്കും കൊച്ചി എത്താനായിട്ട്. അപ്പം കൊച്ചി കാണാം. കൊച്ചി എത്തി. അങ്ങനെ ഞങ്ങൾ കൊച്ചി എത്തി. ഡെക്കത്ലനിലൊന്ന് കയറി കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതെല്ലാം നടത്തി. ഇനി അടുത്ത് സെൽഫി ടീ. കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല, അതായത് എറണാകുളത്ത് ഉള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദി കഫേസ് ആണ്. അപ്പം എഡ്വിൻ അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഹി വാസ് ദ മാനേജർ ഓവർ. അപ്പം അവിടെ പോകുന്നു, അവിടുന്ന് ഫുഡ് കഴിക്കുന്നു, അവിടുന്ന് അങ്ങ് പോകുന്നു. സൈൻ അപ്പ് ഫ്രം ദ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ സ്പേസ്, സെൽഫി ടീ. എടപ്പള്ളി പ്രൈം ജംഗ്ഷനിൽ ലുലു മോളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും. ഇത് നന്ദലത്തിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട്. അകത്തേക്കൊന്ന് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. നീറ്റ്ലി ഡൺ ഇൻറ്റീരിയേഴ്സ്. യെസ്, ഇതൊരു കോഫി ബ്രൂയിങ് സ്പേസ്, ബില്ലിംഗ് കൗണ്ടർ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പെഷ്യൽ ലോട്ടസ് മിൽക്ക് കേക്ക്, സാഫ്രൺ മിൽക്ക് കേക്ക്, നോർമൽ മിൽക്ക് കേക്ക്. ഈ സെൽഫി ടീയുടെ വളരെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇവിടെ ഓർഗാനിക് ടീസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇറാനിയൻ സാഫ്രോൺ. ഇതാണ് ഇറാനിയൻ സാഫ്രോൺ. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു അരോമ, ആ ഫ്രാഗ്രൻസ് ഇവിടെ മൊത്തം വരും. ഒറിജിനൽ ഇറാനിയൻ സാഫ്രോൺ. ഈ സാഫ്രോൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ സെൽഫി സാഫ്രോൺ ആണെങ്കിലും സാഫ്രോൺ മിൽക്ക് കേക്കിനാണെങ്കിലും അവർ യൂസ് ചെയ്യുന്നത് ഈ ഇറാനിയൻ സാഫ്രോൺ ആണ്. നമ്മൾ താഴത്തെ ഡൈനിങ് ഏരിയ കണ്ടു. നമുക്ക് മേലത്തെ ഡൈനിങ് ഏരിയ അതൊന്ന് കാണിക്കാം. മേളിലും അതേപോലെ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ മേളിലും ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്. വളരെ നീറ്റ്ലി ഡൺ ഇൻറ്റീരിയേഴ്സ് ആണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ്, എഡ്വിൻ നമ്മുടെ ചങ്ക് ഇവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവനാണ് ഈ ഷോപ്പ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നതും. മിഡിൽ ഈസ്റ്റും അവിടുത്തെയും എല്ലാം ഇവരാണ് മാനേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കേരളത്തിൽ 2 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ തൃശ്ശൂർ ശോഭ സിറ്റിയിലും, സെക്കൻഡ് ഔട്ട്ലെറ്റാണ് നമ്മുടെ എടപ്പള്ളി ലുലു മോളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സെൽഫി ടീ, നന്ദലത്തിൻ്റെ നേരെ സൈഡിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബർഗേഴ്സ്, റോൾസ്, പിന്നെ ബാക്കി എഡ്വിൻ പ്ലീസ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് സാഫ്രോൺ ടീ ആണ്. അതായത് സെൽഫി ടീ സാഫ്രോൺ ടീ ആണ്. പറഞ്ഞ പോലെ തന്നെ ഒരു UAE ബ്രാൻഡാണ്. ഇത് ചിക്കൻ സ്റ്റീക്ക് മാക്സ് റോളാണ്. ടോട്ടില റാപ്സാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുള്ളിൽ നല്ല ഫില്ലിംഗ് ഉണ്ട്, ചിക്കൻ ഫില്ലിംഗ്. സ്റ്റീക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് ആണ്. നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ജ്യൂസി, നല്ല ചിക്കൻ ഫില്ലിംഗ് ഉണ്ട്. അകത്ത് ചെറിയ ഒരു സ്പൈസി ഫീലിംഗ് ഉണ്ട്. അത് ആ സോസിൻ്റെ ആയിരിക്കും അല്ലേ? സ്പൈസി താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ലൈക്ക് ചോദിക്കും. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. Yes. സ്പൈസി വേണോ അതോ സ്പൈസസ് കുറച്ചോ വേണോ എന്നുള്ളത് അതിനനുസരിച്ച് അവർ സോസിൻ്റെ ഇത് മാറ്റും. ദീസ് ആർ പനീർ ബർഗേഴ്സ്. ഇതെല്ലാം ഗ്രിൽഡ് ബീഫ് ബർഗേഴ്സാണ്. വളരെ നല്ലൊരു പ്രസൻറ്റേഷനാണ്. ഓക്കെ, ചെറിയൊരു തവയിൽ ബർഗേഴ്സ്. ജ്യൂസി, ഫില്ലിങ്സ് അമേസിങ്. യു കൻ സീ ലൈക്ക് അതിൻ്റെ ഫില്ലിങ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് നോർമൽ പാറ്റി. ഇത് ഗ്രൗണ്ട് ബീഫാണ്. അതായത് ബീഫ് മിൻസ് ചെയ്തിട്ട് ഫ്രഷ് മീറ്റ് മിൻസ് ചെയ്തെടുത്തേക്കുന്ന പാറ്റിയാണ്. ഇറ്റ് ഈസ് ഗ്രിൽഡ് വെൽ, ജ്യൂസി ടു. അങ്ങനെയുണ്ട്. ഒരു കമ്പാരിസൺ പറയാം. മാക്ഡൊണാൾഡ്സ് എന്നൊരു ബർഗർ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റീസെൻ്റ്ലി, മഹാരാജ ബർഗർ. അതിൻ്റെയും ഇതിൻ്റെയും പാറ്റിയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പാറ്റി ഫ്രഷ്ലി മെയ്ഡും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. സോ യു ക്യാൻ ഫീൽ ദാറ്റ് ഫ്രം ദിസ് ബർഗർ. വെജ് ബർഗർ, അതായത് നമ്മുടെ പനീർ ബർഗറാണ്. നമ്മുടെ എങ്ങനെയുണ്ട് മീര പനീർ ബർഗേഴ്സ്? സ്പൈസിയാണ്, പനീറിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ബർഗറിൻ്റെതായ ഒരു ക്രിസ്പിനെസ് ഒക്കെ ഇതിനകത്തുണ്ട്. എല്ലാം കൊള്ളാം, നന്നായിട്ടുണ്ട്.
ബീഫിൻ്റെ ടേസ്റ്റ്, ആ ഫ്രഷ്നെസ് നന്നായിട്ട് കിട്ടുന്നു ഫസ്റ്റ് ബൈറ്റിൽ തന്നെ. ബണ്ണും ഈ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റാണ്. ആ ഫ്രഷ്നെസ് ബണ്ണിലും ഫീൽ ചെയ്യും നന്നായിട്ട്. വരും. വീണ്ടും പറയുന്നു, ആ ഫ്രഷ്നെസ് നന്നായിട്ട് ഫീൽ ചെയ്യാം. ചെറു ചൂട്, ആ ഒരു ഫ്രഷ്നെസ് നന്നായിട്ടുണ്ട്. നല്ല ഫില്ലിങ്ങും ഉണ്ട് ഈ പറഞ്ഞ പോലെ. പിന്നെ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ഹെവിയാണ്, ഫില്ലിംഗ് ആണ്. ഒരു ബർഗർ ഇസ് സഫീഷ്യൻറ്റ് ഫോർ എ മീൽ. എനിക്കൊന്നുകൂടെ കാണും. സെൽഫി ടീ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനമാണ് ഇത്, സാഫ്രൻ ടീ. അതായത് ഒറിജിനൽ കുങ്കുമപ്പൂ, അത് ഇമ്പോർട്ടഡ് കുങ്കുമപ്പൂ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് തന്നെ നോക്കിയ ഒരു പ്രത്യേകതയാണ് ഇതിൽ നമുക്ക് നല്ല ചൂടാണ്, പക്ഷേ നമുക്ക് തൊട്ട് കഴിഞ്ഞ് അതിനകത്ത് ചൂടറിയുന്നില്ല. കാര്യം അങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്റ്റ്, അങ്ങനെയാണ് ഉള്ളിലാണ് സഹായിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ചൂടറിയത്തേ ഇല്ല. അത് നല്ലൊരു കോൺസെപ്റ്റാണ്, ഞാനിതുവരെ കണ്ടിട്ടില്ല. കുടിച്ചു നോക്കാൻ നല്ല ചൂട്, നല്ല ചൂട്. ആ സാഫ്രൺ, അത് നമ്മുടെ ഫസ്റ്റ് ആ ഒരു ഇതിൽ തന്നെ നമ്മുടെ നാക്കിൽ ആ സാഫ്രൻ്റെ ആ ഒരു ടേസ്റ്റാണ് നമുക്ക് വരുന്നത്. ശരിക്കും അത് നല്ല ഒരു സൂത്തിങ് ടേസ്റ്റ് സാഫ്രൻ്റെ കിട്ടുന്നുണ്ട്. സെൽഫി ടീയുടെ ഓൾ ഇൻ ഓളാണ്. അതായത് സെൽഫി ടീ തുടങ്ങിയ സമയം തൊട്ട് സെൽഫി ടീയിലുള്ളതാണ് നവാസ്. അതായത് നമ്മുടെ ചായയുടെ പ്രിപ്പറേഷൻ മുതൽ നമ്മൾ കഴിച്ചിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ള എല്ലാ ഫുഡും നമുക്ക് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ഷെഫാണ്. ഷെഫിൻ്റെ പേര് നവാസ്. നവാസ് എനിക്ക് തോന്നുന്നു ഞാനും നവാസും ഒരുമിച്ച് ദുബായിൽ സെൽഫി ടീയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് മുതലേ നവാസ് എന്താ മോർ ദാൻ ആൻ എംപ്ലോയി, ഇറ്റ്സ് ലൈക്ക് എ ഫ്രണ്ട് ടു മീ. സോ സ്പെഷ്യൽ താങ്ക്സ് ടു നവാസ് ഈ ഫുഡ് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതിനും കുറച്ച് സമയം നമ്മളോട് സ്പെൻഡ് ചെയ്തതിനും. താങ്ക് യു നവാസ്. ആദ്യം ഇത് നമ്മൾ പറയട്ടെ, എന്നിട്ട് ഇത് കഴിക്കാനാണ് ആക്ച്വലി നമ്മൾ വളരെ കൊതിയോടുകൂടി ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മിൽക്ക് കേക്ക്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള സാധനമാണ് ഇത് നമ്മുടെ പിസ്ത മിൽക്ക് കേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാഫ്രൻ മിൽക്ക് കേക്ക്, ഇത് ലോട്ടസ് മിൽക്ക് കേക്ക്. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് റോസ് മിൽക്ക് കേക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇത് കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി കംപ്ലീറ്റ്ലി മിൽക്കിൽ സോക്ക് ചെയ്ത് കിടക്കുകയാണ്. നാല് ചുറ്റും സോക്ക് ചെയ്തിരിക്കുകയാണ് കേക്ക് എടുത്ത് കുറച്ച് മിൽക്കും കൂടെ എടുത്ത് കൂടെ എടുത്തിട്ട് ഇത് ഇവിടുത്തെ വേറൊരു വെറൈറ്റി. എല്ലാം വെറൈറ്റീസാണ്. ഞാനിപ്പോൾ കഴിച്ചതിന് ബർഗർ കഴിച്ചു, റോള് കഴിച്ചു, മിൽക്ക് കേക്ക് ട്രൈ ചെയ്തു, സാഫ്രൻ ട്രീ ട്രൈ ചെയ്തു, മാംഗോ മൊജിറ്റോ ട്രൈ ചെയ്തു. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോട്ടസ് മിൽക്ക് കേക്ക്, ലോട്ടസ് ബിസ്ക്കറ്റ് ഉണ്ട്, ലോട്ടസ് ബിസ്ക്കറ്റ് ഉണ്ട്. വാങ്ങുന്നെടുത്ത് നോക്കാം. എറണാകുളം വരുവാണെങ്കിൽ മിസ് ചെയ്യരുത് സെൽഫി. വെറുതെ പറയുമല്ല, കാര്യം ഓരോന്നും അതിൻ്റേതായ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കഴിച്ച് വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഇവിടുത്തെ ഓരോ ബർഗേഴ്സ്. സ്പെഷ്യലി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ബർഗേഴ്സാണ്. പിന്നെ മിൽക്ക് കേക്ക് ഒന്ന് കുടിച്ചു നോക്കട്ടെ. ഇത് തിക്കാണ്, അതിൻ്റെ ക്രീമും റിയലി ഗുഡ്, അമേസിങ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ലോട്ടസ് മിൽക്ക് കേക്ക്. അപ്പോൾ ഇതും ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം മധുരവും കൂടെയായി. എന്തായാലും നല്ല ഒന്ന് ട്രിവാൻഡ്രം വരെ ഡ്രൈവ് ചെയ്യാനുള്ളതാണ്. ഇതെല്ലാം കഴിച്ച് വയറ് ഫുള്ളായിട്ട് സുന്ദരം. നല്ല കുറച്ച് നല്ല പാട്ടുകളും ചെയ്തു നമുക്ക് രാത്രി. മഴയുണ്ട്, പുറത്ത് നല്ല മഴയുണ്ട്. മഴയെ ആസ്വദിച്ച് നല്ലൊരു നൈറ്റ് ഡ്രൈവ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് എൻഡിങ്സ് ഇതിൽ കിട്ടാനില്ല. സെൽഫി ടീക്ക് ഒരു ഡിന്നറും കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ട്രിപ്പ് എൻഡ് ചെയ്യാണ്. അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം
അതിന് ആ പിസ്ത ഫ്ലേവറിൻ്റെ നമുക്ക് ശരിക്കും ഇത് എടുത്തറിയാൻ പറ്റും. അതേപോലെ തന്നെയാണ് ആ ടോപ്പിങ്ങിൽ വ്യത്യാസമുണ്ട് വരുന്നത്. ടോപ്പിംഗ് ആ ഒരു കേക്കിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഇതിന് മേളിൽ വന്നിരിക്കുന്ന ഈ ഫെദറിങ്സും വ്യത്യാസമുണ്ട്. നല്ല ഡെലിഷ്യസ് ആണ്. ഇപ്പോൾ നല്ല സോഫ്റ്റാണ്. ആ മിൽക്കിൻ്റെ ടേസ്റ്റ് വളരെ നന്നായി. അങ്ങനെ ഞങ്ങൾ ഡിന്നറെല്ലാം കഴിഞ്ഞു. നല്ല ഹെവി ഡിന്നർ. ഞങ്ങൾ ചായയും തുടങ്ങി, മൊജിറ്റോയിൽ പോയി, മൊജിറ്റോയിൽ നിന്ന് ബർഗേഴ്സിൽ നിന്ന് റോൾസിൽ നിന്ന് ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ എന്തുമായിരുന്നു മിൽക്ക് ഷേക്ക്. ഇനി അനങ്ങാൻ വയ്യ. ആ രീതിയിൽ ഒരു ഡിന്നറായിരുന്നു ഇന്നത്തെ. പെർഫെക്റ്റ് എൻഡിങ് ടു ദ ട്രിപ്പ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ യാത്രയ്ക്ക് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയും ഒത്തിരി യാത്രകളുണ്ടാവും. ഇതുപോലെ പുതിയ ഈറ്ററീസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാനുണ്ടാവും. സോ ഡൈൻ ആൻഡ് ഡ്രൈവ് വിത്ത് മീ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ സൈഡിലുള്ള ബെൽ ബട്ടൺ അത് പ്രസ് ചെയ്യുക. ഓക്കെ, സോ ബി വിത്ത് മീ. ലെറ്റ്സ് എൻജോയ് ദി നെക്സ്റ്റ് സെറ്റ് ഓഫ് ഡ്രൈവ്സ്. അങ്ങനെ ഞങ്ങളുടെ സംഭവബഹുലമായ ഒരു യാത്ര കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും കുറേ യാത്രകൾ വരാനുണ്ട്. ഇതേ ഗ്യാങ് കൂടെ ഇനിയും ഉണ്ടാവും. അപ്പം ഞങ്ങൾ സെൽഫി ഡേ നിന്ന് സൈൻ ഓഫ് ചെയ്തു, ഈ ട്രിപ്പിൽ നിന്ന് സൈൻ ഓഫ് ചെയ്തു. അടുത്ത ട്രിപ്പ് വരേക്കും ലൈക്ക്, സബ്സ്ക്രൈബ്.